ഹലോ അർജു അല്ലേ? വാട്സ്ആപ്പ് ചെയ്ത നോൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോൺ ടെക്കി. അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിന്ന് വിളിക്കാൻ ഞാനിന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കോളിംഗ് ആണ്. അപ്പം നമ്മൾ വിളിക്കാൻ പോകുന്ന അർജുവിനെയാണ്. അപ്പം നമ്മളിതിനു മുമ്പേ രണ്ടാൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അൺബോക്സിങ് ഡ്യൂഡിനെയും അതേപോലെ തന്നെ കരിക്കിലെ ലോലൻ എന്ന കഥാപാത്രത്തിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അർജുവിനെയാണ് വിളിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അർജു പെട്ടെന്ന് ക്ലിക്കായ ഒരു യൂട്യൂബറാണ്. ഇപ്പോൾ ഏകദേശം 2.60 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു വലിയ യൂട്യൂബർ തന്നെയാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ അർജുനെയാണെന്ന് വിളിക്കാൻ പോകുന്നു. അപ്പോൾ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. അപ്പം എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. പിന്നെ അർജു ഫാൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തണമെങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലെ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനെ ലഭിക്കുള്ളൂ. ഞാൻ ഇതിന് മുമ്പേ ഇട്ട് 2 വീഡിയോ ഇതിന് മുമ്പേ വിളിക്കുന്ന 2 യൂട്യൂബേഴ്സിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ അധികം ഒന്നും പറയുന്നില്ല, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുൾ ഇരുന്ന് കാണാൻ നോക്കുക, അവസാനം വരെ ഇരുന്ന് കാണാൻ നോക്കുക. അർജുനെ വിളിച്ചു കഴിഞ്ഞു, മീൻസ് ഇപ്പം ഞാൻ അർജുനെ വിളിച്ചു കഴിഞ്ഞു, അപ്പോൾ നിങ്ങൾ കട്ടാക്കി വീഡിയോ പോകാൻ പാടില്ല, അവസാനം വരെ ഇരുന്ന് കാണാം. കാരണം അവസാനം ഒരു ആവശ്യമുള്ള ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്. അപ്പം തീർച്ചയായും അവസാനം വരെ ഇരുന്ന് കാണാം. പിന്നെ മാക്സിമം ആൾക്കാർക്ക് പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല, ഇനി വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഞാനിന്ന് 4:45 വീഡിയോ ഇട്ടത്. കാരണം ഇപ്പം രാവിലെ കുറേ നാളെ വീഡിയോ ഇടുന്നത് കൊണ്ട് ഞാൻ വൈകുന്നേരത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇത്തിരി നാളത്തേക്ക് പറ്റുന്നത്ര നാൾ ഞാൻ വൈകുന്നേരം ആയിരിക്കും വീഡിയോ ഇടുക. അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അർജുനെ വിളിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഫോണൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനൊന്ന് വിളിച്ചു നോക്കാം. നമ്മൾ അർജുനെ വിളിക്കാൻ പോകണം. അപ്പം മേളിൽ കാണുന്നതാണ് അർജുൻ നമ്പർ. അപ്പോൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നസ് കുറച്ച് കാണിച്ചു തരാം. അപ്പം കാണാൻ എനിക്കറിയത്തില്ല, കാരണം ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പുറകിൽ ക്യാമറമാൻ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിളിക്കാൻ പോവാണ്. ഇപ്പോൾ കാണത്തുണ്ടായിരിക്കും, വിളിക്കുകയാണ്. കിട്ടുന്നില്ല, ഇപ്പോൾ എടുക്കുന്നില്ല, എന്താ ബിസിയാണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഒന്നുകൂടെ ട്രൈ ചെയ്ത് ലാസ്റ്റായിട്ട് 3-ാമത്തെ തവണ ഞാൻ ലാസ്റ്റായിട്ട് വിളിക്കുക. കാരണം കിട്ടുമെന്ന് പറയത്തില്ല, കാരണം വലിയ യൂട്യൂബർ തന്നെയാണ്. അപ്പം ഇതും കിട്ടുന്നില്ല. അപ്പം നമുക്ക് ലാസ്റ്റ് 8 തവണ വിളിച്ചു നോക്കി, ഇത് കിട്ടില്ല, നമുക്ക് വേണ്ട. ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹലോ അർജു അല്ലേ? അപ്പം ഞാൻ അർജുനെ ഒറ്റ തവണ ഞാൻ ഇതിനു മുമ്പേ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ 2ാമത്തെ തവണയാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം രാവിലെ വിളിച്ചില്ലായിരുന്നു, അത് ഞാനാണ്. അപ്പോൾ ഞാൻ 2ാമത്തെ തവണയാണ് വിളിക്കുന്നത്. വേറെ നമ്മൾ വിളിക്കും യൂട്യൂബ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബറാണെന്ന് തന്നെ പറയാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പം 2ാമത്തെ തവണ വിളിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് മീൻസ് ഇപ്പം യൂട്യൂബിൻ്റെ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം അർജു വലിയൊരു യൂട്യൂബറാണ്. കാരണം ഈ താങ്കൾക്ക് തന്നെ എത്ര 26 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട്, 2.68 മില്യൺ സബ്സ്ക്രൈബർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം വിളിച്ചപ്പോൾ കിട്ടി, പിന്നെ ഇപ്പം വിളിക്കുമ്പോൾ എടുക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം എടുത്തതിൻ്റെ താങ്ക് യു കിട്ടും. ഞാൻ അങ്ങോട്ടൊന്നും ചോദിക്കുന്നില്ല, കാരണം ഒരു വലിയ യൂട്യൂബർ ആയതുകൊണ്ട്. പിന്നെ എനിക്കൊരു കാര്യം അറിയണം, മീൻസ് ഇങ്ങനെ ഒറ്റ തവണ എന്താ യൂട്യൂബ് വീഡിയോയുടെ തറച്ചു പറഞ്ഞിട്ടില്ല, എന്താ വിട്ട് കളയണം, ആ വേടൊന്ന് പറഞ്ഞു തരാമോ? വിട്ട് കളയണം, വിട്ട് കളയണം. താങ്ക് യു കേട്ടോ, വളരെ താങ്ക് യു. കാരണം എനിക്കത് വീട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അധികം ഒന്നും ചോദിക്കുന്നത്, കാരണം യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഞാൻ കട്ടാക്കുവാണ്. കാരണം എനിക്ക് ബിസി അല്ല, ഞാൻ തങ്ങൾക്ക് ബിസി ആയതുകൊണ്ടാണ് കട്ടാക്കുന്നത്. അപ്പം ശരി, ഞാൻ കട്ടാക്കും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സെറ്റായിട്ട് അർജുനെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യത്തെ തവണ വിളിച്ചായിരുന്നു, അർജുനോട് പറഞ്ഞായിരുന്നു. കാരണം ഞാൻ ആദ്യം രാവിലെ ഒന്ന് വിളിച്ചായിരുന്നു, കാരണം ട്രൈ ചെയ്തിട്ട് കിട്ടുമോ എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ തവണ വിളിച്ചു, ആദ്യം വീഡിയോ എടുക്കുന്ന മുമ്പേ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ ഒന്നും കൂടെ വിളിച്ചായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല. കാരണം അർജുനെ ആദ്യം വിളിച്ചപ്പോൾ കിട്ടും, പിന്നെ എനിക്ക് യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇപ്പം കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു. പിന്നെ എന്താണ് ഞാൻ ഈ കണ്ടന്റ് ഇടുള്ളൂ. കാരണം ഇപ്പം 4:45 ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത്, ഇപ്പോൾ ഏകദേശം 3 മണിയും കണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് എനിക്ക് കിട്ടി. അപ്പോൾ ഗൈസ്, എനിക്ക് സത്യത്തിൽ കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ ഞാനിപ്പം ഭയങ്കര ഹാപ്പിയാണ്.
സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി തന്നെയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ 2 ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. അത് ഭയങ്കര എക്സൈറ്റിംഗ് നല്ലൊരു ഫണ്ണൊക്കെ ആയിട്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണണം. അപ്പം ഗൈസ്, അപ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ അവസാന ഭാഗത്തോട്ട് പോകും. അതിന് മുമ്പേ തീർച്ചയായിട്ടും അർജു ഫാൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അർജു ഫാൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ ലൈക്ക് ചെയ്യുക, പിന്നെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പം ഇനിയുള്ള യൂട്യൂബേഴ്സിനെല്ലാം ഉണ്ടെങ്കിൽ മീൻസ് ഇനി യൂട്യൂബേഴ്സിനെ കോൾ വല്ലതും ചെയ്യണമെങ്കിൽ നിങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇനി വീഡിയോയുടെ അവസാന ഭാഗത്തോട്ട് പോകാം. ഹലോ ഗൈസ്, അപ്പം ഇത്രയൊക്കെ ഉള്ളത് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, പിന്നെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ അമർത്തുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലെ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സത്യം എനിക്ക് കിട്ടി, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ആദ്യത്തെ തവണ വിളിച്ചു കിട്ടി, പിന്നെ ഞാൻ വിളിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടത്തുണ്ടാവില്ല, കാരണം എടുക്കത്തുണ്ടല്ലോ. കാരണം ഒരാൾ തന്നെ 2-3 തവണ വിളിക്കുമ്പോൾ ഏതൊരു യൂട്യൂബറാണെങ്കിലും എടുക്കാൻ സാധ്യത ഉണ്ടാവുകയില്ല. അപ്പം ഞാൻ ആദ്യം ഈ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം എന്താണെങ്കിലും കിട്ടി. അപ്പം ഭയങ്കര സന്തോഷമാണ്. അപ്പം സോറി, അപ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കിട്ടി, നമുക്ക് അർജുനെ കിട്ടി. കാരണം ഒരു ഭയങ്കര വലിയൊരു യൂട്യൂബർ തന്നെയാണ്. കാരണം ഇപ്പം 2.64 അത്ര ഇങ്ങോട്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. മില്യൺ, വെറും അല്ല, മില്യനാണ്. അപ്പം അവരെന്തായാലും വിളിച്ച് കിട്ടുക പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളത് വീഡിയോ എന്ന് പറയാൻ എന്നെക്കൊണ്ട് വയ്യ. കാരണം ഞാൻ അർജുനെ വിളിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ സത്യത്തിൽ അർജുനെ വിളിച്ചിട്ടില്ല. ഇതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ്. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫേക്ക് കോൾ എന്നാണ്. അപ്പം ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്, നിങ്ങൾക്ക് അവിടെ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. എന്നുണ്ടെങ്കിൽ 6 ഓപ്ഷൻസ് ആയിരിക്കും കാണത്തുണ്ടാവുക. അപ്പോൾ കാണത്തുണ്ടാവുകയില്ല. അപ്പോൾ ഞാൻ ഇതെന്തായാലും കാണിക്കണം, കാരണം വേറെ വഴിയില്ലായിരിക്കും. അപ്പം ഇങ്ങനത്തെ ഒരു 3 ഓപ്ഷൻസ് ആയിരിക്കും, 6 ഓപ്ഷൻസ് ആയിരിക്കും കാണുക. അതിന് ഏറ്റവും മേളത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോളറിൻ്റെ പേര് മാറ്റാം. ഓക്കെ, ഇപ്പം സത്യത്തിൽ ഇപ്പം ഡൺ അടിച്ചു. ഓക്കെ, ഇപ്പോൾ കോളറിൻ്റെ പേര് നിങ്ങൾ ഓക്കെ, ഞാനിപ്പോൾ അവിടെ തെറ്റടിച്ചു. ഇപ്പം അൺനോൺ എന്നുള്ള തെറ്റടിച്ചിട്ട് WN ഉണ്ട്, എനിക്ക് കട്ടാക്കി പോയതാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ DA എന്നും കൂടി അടിച്ചു. ഓക്കെ, DAWN. അപ്പോൾ അത് എൻ്റെ പേരാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഡൺ അടിക്കുക. ഓക്കെ, കാണത്തുണ്ടാവില്ല. ഇപ്പോൾ ഡൺ അടിച്ചു. ഡൺ അടിച്ചതിന് ശേഷം നമുക്ക് രണ്ടാമതൊരു ഓപ്ഷൻ കാണാം, ഒന്ന് കോൾ ഉണ്ടാകും. നമ്മൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. കോൾ ഉണ്ടാകുന്നൊരു ഓപ്ഷൻ വന്നു. അപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കോൾ കിട്ടുന്നു. ഹലോ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വിളിച്ചതിന് ശേഷം നമ്മൾ അവരുടെ എഡിറ്റ് ചെയ്ത് കയറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ റിംഗ് ടോൺ ഇവിടെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ റിംഗ് ടോൺ നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള റിംഗ് ടോൺ തന്നെയാണ് നല്ലത്. കാരണം അതിനാകുമ്പോൾ എല്ലാവരും വിശ്വസിച്ചോളും. പിന്നെ ക്യാരക്ടറുടെ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ക്യാരക്ടറാണ്, പോലീസിനാക്കുകയാണെങ്കിൽ പോലീസിൻ്റെ ഫുള്ള് തന്നെ എഡിറ്റ് ആയിട്ട് പോലീസ് ഇങ്ങോട്ട് വിളിക്കുന്ന പോലെ ആയിരിക്കും. അതേപോലെ തന്നെ വേറെ എന്താ, വോയിസ് നമുക്ക് ഇതിൻ്റെ തന്നെ നമ്മൾ ആഡ് വോയിസ് ക്ലിക്ക് ആണെങ്കിൽ നമുക്കിപ്പോൾ അങ്ങോട്ട് പറഞ്ഞ് വോയിസ് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ റിമൂവ് വോയിസ് ആണെങ്കിൽ നമ്മളതിൽ ഇപ്പോൾ ഉണ്ടായ വോയിസ് റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ റെക്കോർഡ് വോയിസ് എന്ന് പറയുന്നത് നമുക്കിപ്പം റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ആഡ് വോയിസ് എന്ന് പറയുന്നത് റെക്കോർഡല്ല ചെയ്യുന്നത്, നമ്മുടെ ആൽബത്തിൽ നിന്ന് നമ്മുടെ ഓഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് മീൻസ് അല്ല, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ പാട്ടുകൾ അങ്ങനെ റെക്കോർഡ് അതിൻ്റെ സേവ് ആയിരിക്കില്ല. ഓഡിയോകൾ നമുക്ക് ഇങ്ങോട്ട് എക്സ്പോർട്ട് മീൻസ് സേവ് ആക്കാം. അത് റിംഗ് ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിംഗ് ടോൺ മാറ്റാവുന്നതാണ്. അപ്പം സെലക്ട് ഡെഫ്യൂൾഡ് റിംഗ് ടോൺ നിൽക്കുകയാണെങ്കിൽ നമുക്ക് റിംഗ് ടോൺ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഇത് വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ആൾക്കാർ കട്ടാക്കി പോയി കാണും. അപ്പോൾ അവർക്കൊന്നും ഈ വീഡിയോ കണ്ടതിലൊരു ഉപകാരം ഉണ്ടാവുകയില്ല. അപ്പം നിങ്ങൾക്കാണ് ശരിക്കും ഉപകാരം. അപ്പം നിങ്ങൾ വലിയൊരു ഭാഗ്യശാലികളാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, പിന്നെ മാക്സിമം ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ പൈസ ഇത്രയൊക്കെയുള്ളത് വീഡിയോ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, പിന്നെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടാൻ കുറച്ചാണെങ്കിൽ മാത്രമേ ഇതേപോലുള്ള ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ മാക്സിമം പറ്റാത്ത ദിവസങ്ങളിൽ 4:45 വീഡിയോ ഇടാൻ നോക്കാം. 4:45 അപ്ലോഡ് ചെയ്യത്തുണ്ടാവില്ല. മീൻസ് 4:45 മുതൽ ഒരു 5 മണിയല്ല, ഒരു 5:15 ആ ടൈമിൽ ഞാൻ ഇടാൻ നോക്കാം. അപ്പോൾ ഞാൻ ഷെഡ്യൂൾഡ് ടൈം ഞാൻ എന്നത് എനേബിൾ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബുദ്ധിമുട്ടാകും നമുക്ക്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് വിളിച്ച ശേഷം നിങ്ങളുടെ ടൈമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളഞ്ഞു വെക്കാനല്ല, ജസ്റ്റ് അത് കളയുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാക്കും. കാരണം
മാറ്റാനൊന്നും എനിക്കറിയത്തില്ല, മാറ്റാൻ അറിയാൻ. ബട്ട് ഇതൊന്നും ആവശ്യമില്ല, കാരണം നമ്മൾ പ്രാങ്ക് ആക്കി നിങ്ങളെ. ഓക്കെ, അപ്പോൾ ഈ ഇത്രകളൊന്നും ഇല്ല. അപ്പം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, പിന്നെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യണം. പിന്നെ അർജു ഫാൻസ് ആണെങ്കിൽ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യണം, മീൻസ് യൂട്യൂബേഴ്സിൻ്റെ പേരൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രകൾ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ വീഡിയോ ഇനിയൊന്നും പറയാൻ അങ്ങോട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, കീപ് സപ്പോർട്ടിങ് മീ. അപ്പം നമുക്ക് നാളെ വൈകുന്നേരം നല്ല അപ്പോഴത്തിന് കാണാം.